2026 ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ബാങ്കുകൾ അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ ഇതെല്ലാത്തിൻ്റെ ഡീവാലുവേഷൻ ഓരോന്നായിട്ട് വരികയാണ്. ഞാൻ ഓൾറെഡി ആക്സിസ് ബാങ്കിൻ്റെ സൂപ്പർ മണി എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കാർഡാണ്. ആ കാർഡിൻ്റെ ഡീവാലുവേഷൻ അവർ വളരെ ട്രിക്കി ആയിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് എങ്ങനെയാണ് ബുദ്ധിപൂർവ്വം അത് ഡീവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിലറിയാം. അതുകൂടാതെ ICICI ബാങ്ക് അവരുടെ പോർട്ടലിലൂടെ ആമസോൺ പേ, ഫ്ലിപ്കാർട്ട് പോലുള്ള വൗച്ചേഴ്സ് അതെല്ലാം പർച്ചേസ് ചെയ്യുന്നതിന് ഇപ്പോൾ 3.5% പ്ലസ് GST എന്ന് പറയുമ്പോൾ ഏകദേശം 4.13% ആണ് നമുക്കിപ്പോൾ പ്രോസസ്സിങ് ഫീസായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രോസസ്സിങ് ഫീ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഉണ്ടല്ലോ, അപ്പോൾ റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് കുറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ഒരു പ്രശ്നമാണ് ഇപ്പോൾ HDFCയുടെ ഇൻഫിനിയ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇന്ന് മുതൽ ജനുവരി 16 മുതൽ ഒരു ഡീവാലുവേഷൻ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഉണ്ടല്ലോ, എഫക്റ്റീവ് റിട്ടേൺ കാര്യമായിട്ട് കുറയുന്ന രീതിയിലാണ് ആ ഒരു ഡീവാലുവേഷൻ വന്നിരിക്കുന്നത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആൻഡ് വെൽക്കം ടു മൈൽസ്, പോയിൻറ്റ്സ് ആൻഡ് പാസ്പോർട്ട്. നമ്മുടെ ഈ ചാനൽ ക്രെഡിറ്റ് കാർഡ് റിവ്യൂസ്, അതിൻ്റെ റിവാർഡ്സ്, അതിൻ്റെ മൈൽസ്, പോയിൻറ്റ്സ്, ഇതെങ്ങനെ എഫക്റ്റീവായിട്ട് ഒരു യാത്രയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ചാനലാണ്. കഴിഞ്ഞ വർഷം ഞാൻ 8 രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. അതിൽ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ മൈൽസ്, പോയിൻറ്റ്സ് ഇതെല്ലാം ഉപയോഗിച്ച് ഫ്രീ ഫ്ലൈറ്റ്സ്, ഫ്രീ 5-സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഞാൻ കരസ്ഥമാക്കിയത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഈ ബ്ലോഗിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് HDFC ഇൻഫിനിയ കാർഡിൻ്റെ ഡിവാലുവേഷനാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. HDFCയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതാണ് റിവാർഡ്സ് പോയിന്റ് പ്രോഗ്രാം ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അല്ല, ആദ്യത്തെ എന്ന് പറയുന്നത് ഓൺലി എലിജിബിൾ റീറ്റെയിൽ പർച്ചേസസ് ക്വാളിഫൈ ഫോർ അക്യുമുലേഷൻ ഓഫ് റിവാർഡ് പോയിന്റ്സ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ റിവാർഡ് പോയിന്റ്സ് വിൽ നോട്ട് ബി ആക്യുറേറ്റ് ഓഫ് ഫ്യൂവൽ ട്രാൻസാക്ഷൻസ്. ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഞാനിങ്ങനെ ഓരോന്നായിട്ട് വായിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല. സമയം കാശ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമയം, അറിയാമല്ലോ. ഇതിൽ 5ാമത്തെ പോയിന്റ്, ഈ 5ാമത്തെ പോയിന്റാണ് നമ്മൾ നോക്കേണ്ടത്. എഫക്റ്റീവ് ഓൺ 16th January 26 ഓൺവേർഡ്സ്. ഇന്ന് മുതൽ ഇൻഫിനിയ കാർഡ് ഹോൾഡേഴ്സ് വിൽ ഏൺ 3x ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ്സ് ഓൺ ദ ബ്രാൻഡ് വോച്ചർ പർച്ചേസസ് ഫ്രോം ഗിഫ്റ്റഡ് വയ സ്മാർട്ട് ബൈ. ഇൻഫിനിയ കാർഡ് ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ, അതായത് നോൺ ട്രാവൽ പർച്ചേസസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്മാർട്ട് ബൈ എന്നുള്ള ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ്. കാരണം സ്മാർട്ട് ബൈയിൽ നിന്നാണ് അവർ ആമസോൺ പേ വൗച്ചർ വാങ്ങുന്നത്. ഈ ആമസോൺ പേ വൗച്ചർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മണി. ഇപ്പോൾ നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ് ഒരുപാടുണ്ടാവും. ഒരു മാസത്തെ നമ്മളുടെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ്, അത് ഇലക്ട്രിസിറ്റി ബില്ലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്യാസ് ആണെങ്കിലും, ഇപ്പോൾ അദാനി ഗ്യാസ്, അതുപോലുള്ള ഒരുപാട് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ് ഉണ്ട്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ആമസോൺ പേ വൗച്ചർ പർച്ചേസ് ചെയ്ത് നമുക്ക് അതിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് കറണ്ട് ബില്ലൊക്കെ അടക്കുന്നതിനേക്കാളും ലാഭമാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പോൾ അമെക്സിൻ്റെ കാർഡാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇൻഫിനി ആണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ബ്രാൻഡ് വൗച്ചേഴ്സ് മേടിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇനി മുതൽ 3x റിവാർഡ് പോയിന്റ്സ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നത്. ആക്ച്വലി അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ സ്ലൈഡ് നോക്കുക. അതായത് ആദ്യം ഏർലിയർ നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ പോയിന്റ് എന്ന് പറയുന്നത് 16.6% ആണ്. 16.6% റിട്ടേൺ ആണ് ഇൻഫിനിയ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് കിട്ടിയിരുന്നത്. അതിപ്പോൾ 10% കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ആമസോൺ പേ വൗച്ചറിൻ്റെ പ്രോസസ്സിംഗ് ഫീ അത് 2.5% to 4.13% വരെ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ എഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത് 7.5 to 5.87% ഇടയിലേ വരികയുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം നമ്മളുടെ ആ ഒരു എഫക്റ്റീവ് റിട്ടേൺ നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഈ ഇൻഫിനിയ ക്രെഡിറ്റ് കാർഡ് നോൺ ട്രാവൽ പർച്ചേസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബ്രാൻഡ് വൗച്ചേഴ്സിനായിട്ടായിരുന്നു. ആ ബ്രാൻഡ് വൗച്ചേഴ്സ് വാങ്ങുമ്പോഴുള്ള ആ ഒരു ബെനിഫിറ്റാണ് നമുക്കിപ്പോൾ ഇവിടെ ഇല്ലാതായിരിക്കുന്നത്. അത് നോൺ ട്രാവൽ പർച്ചേസുകൾ കൂടുതൽ ചെയ്യുന്ന ഇൻഫിനിയ ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും. അത് എത്രത്തോളം ഇനി ഇതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ബാക്കി ഈ യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആമസോൺ പേ വൗച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു സംഗതിയായിരുന്നു. നമ്മുടെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഇൻഷുറൻസ് പേയ്മെൻറ്റ് വരെ ആമസോൺ പേ ത്രൂ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിവാർഡ്സ് അടക്കമൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ആമസോൺ പേ വൗച്ചർ വാങ്ങുമ്പോൾ, പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സിങ് ഫീ എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു ഹിറ്റ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാനുണ്ട്. കാരണം പോസ്റ്റ് കോവിഡ് നമുക്ക് ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു റിവാർഡ്സ് ബെനിഫിറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നെ പോലെ ആയിരിക്കും നിങ്ങളും. പക്ഷേ അതെല്ലാം ഓരോ വർഷം കഴിയുന്നതോറും ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഓൾറെഡി ആക്സിസ് ബാങ്കിൻ്റെ സൂപ്പർ ഡോട്ട് മണി അത് പിന്നെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഡിവാലുവേഷൻ വരുമെന്നൊക്കെ അറിയാം. പക്ഷേ ഇൻഫിനിയ പോലുള്ളൊരു കാർഡിൽ ഇതുപോലുള്ളൊരു ഡിവാലുവേഷൻ ഇത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ ഈ റിയാലിറ്റി നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇനി വരും കാലങ്ങളിൽ ബാങ്കുകൾ ഏതൊക്കെ രീതിയിൽ, പ്രത്യേകിച്ച് ആക്സിസ് ബാങ്ക്, ഞാൻ ഉറ്റുനോക്കുന്നത് ആക്സിസ് ബാങ്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ബുദ്ധിപൂർവ്വം ഡിവാലുവേഷൻ കൊണ്ടുവരുന്നതാണ്. രസമാണ് അവരുടെ ആ ഡിവാലുവേഷൻ കൊണ്ടുവരുന്നത് രീതിക്ക് ഒരു ഓസ്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്
ആക്സിസ് ബാങ്കിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇറ്റ്സ് മീ സിദ്ദീഖ് ഹസൻ. ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്ക് വരുന്നതായിരിക്കും. ക്രെഡിറ്റ് കാർഡ്സിൻ്റെ മൈൽസ്, പോയിന്റ്സ് ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് നമുക്ക് പാസ്പോർട്ട്സിലേക്ക്, അതായത് നമ്മളെ യാത്രയ്ക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ആരെങ്കിലും ട്രാവൽ വ്ളോഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും ഞായറാഴ്ച കാലത്ത് 11 മണിക്കും ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.